പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന ജാതി മത സംഘടന വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. തിരുവചന ചിന്തയിലേക്ക് കടക്കുമ്പോൾ യൂദായുടെ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് ഇയ്യോബിൻ്റെ പുസ്തകം 26-ാം അധ്യായം 8-ാം വാക്യത്തിൽ നിന്നും ഒരു വാക്യം കൂടെ ചേർത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനായി പറഞ്ഞ് ചിന്ത തന്ന് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. യൂദായുടെ ലേഖനം 25 വാക്യമേ ഉള്ളൂ. അതിൻ്റെ 12-ാം വാക്യത്തിൽ നിന്ന് 4 പോയിന്റുകൾ അതിനകത്തുണ്ട്. അതിനകത്തു നിന്ന് നടുക്ക് നിന്ന് ഒരു ഭാഗം ഞാൻ അടർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു ഭാഗം ഞാൻ എടുത്തുകൊണ്ട് എൻ്റെ ചിന്താവിഷയത്തിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. അവിടെ എഴുതിയിരിക്കുന്ന പദമാണ് യൂദായുടെ ലേഖനം 12-ാം വാക്യം. ഒരു അധ്യായം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങളെക്കുറിച്ചാണ് എൻ്റെ ഇന്നത്തെ ചിന്തയെങ്കിൽ ഇയ്യോബിൻ്റെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അവൻ വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവെക്കുന്നു, അത് വഹിച്ചിട്ട് കാർമുകിൽ കീറിപ്പോകുന്നതുമില്ല. നാഥൻ്റെ കൂടെ നടന്ന യൂദ അപ്പോസ്തലൻ ഒരു ചിന്താവിഷയമാണ്. അദ്ദേഹത്തിന് 25 വാക്യമേ എഴുതുവാൻ കഴിഞ്ഞുള്ളൂ. എങ്കിലും താമസിച്ച് ദൈവകൃപയിൽ വന്ന അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനം എഴുതി. അതിനെക്കുറിച്ച് പരാതിയോ പരിഭവമോ പിണക്കമോ ഒന്നുമില്ലാതെ അദ്ദേഹം യൂദ അപ്പോസ്തലന് ലഭിച്ച ദൈവകൃപയ്ക്ക് അനുസരിച്ച് താൻ 25 വാക്യങ്ങളെ എഴുതിയുള്ളൂ. എങ്കിലും എൻ്റെ ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ 66 പുസ്തകങ്ങളെ വാറ്റിയെടുത്താൽ അതിനകത്ത് നിന്ന് കിട്ടുന്ന എസൻസാണ് യൂദായുടെ ലേഖനമെന്ന് പറയുന്നത്. 25 വാക്യങ്ങളിൽ നിന്ന് ബൈബിൾ മുഴുവനും അടങ്ങി ഇരിക്കുന്ന 25 വാക്യങ്ങളെ അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് നോക്കിയാൽ എന്നെക്കൊണ്ട് എൻ്റെ തിരുവചന ധ്യാനമനുസരിച്ച് 250 മെസ്സേജ് അതിനകത്തു നിന്ന് എടുക്കാം. എന്നേക്കാൾ പ്രാഗൽഭ്യമുള്ളവരും പാണ്ഡിത്യമുള്ളവരും പഠിച്ചവരും പണ്ഡിതനും പാമരനും ഒക്കെ അവർക്കൊക്കെ അവരുടെ പ്രാപ്തിക്കനുസരിച്ച് എടുക്കാം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്താണ് ഈ വെള്ളമില്ലാത്ത, കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഖല? അത് എവിടെയാണ് ചോർന്നത്? വെള്ളം ഉണ്ടായിരുന്നിരിക്കാം, ഇത് എവിടെയാണ് ചോർന്നത്?
അതാണ് എൻ്റെ വിഷയം. അപ്പം ചോർന്നു പോയ വചനമില്ല, പ്രാർത്ഥനയില്ല, ആരാധനയില്ലാത്ത വ്യാജ കാറ്റുകളാൽ ഓടുന്ന കാർമേഘങ്ങൾ, അതാണ് ശരി. വ്യാജ കാറ്റടിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റല്ല, വ്യാജ കാറ്റടിച്ച് ഓടുന്ന മേഘങ്ങൾ. ഈ വ്യാജം വേണ്ടവർക്ക് വ്യാജമേ കിട്ടൂ. രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം പുസ്തകം 18-ാം അധ്യായം നിങ്ങൾ പഠിച്ചു നോക്ക്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 18-ാം അധ്യായം പഠിച്ചു നോക്ക്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായം വേണ്ട, അത് ഹിസ്കിയാവിനെ കുറിച്ചുള്ള. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 18-ാം അധ്യായം. ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതൊക്കെ എനിക്കറിയാം, അതിനകത്തൊന്നും പോകുന്നില്ല. അവിടെ വ്യാജ പ്രവചനം നടത്തുന്നവന് ദൈവം പോഷ്കിൻ്റെ ആത്മാവിനെ അയച്ചു. മിഖയാവിൻ്റെ മേല് യഹോവയുടെ ആത്മാവ് അയച്ചു എന്ന് ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം പുസ്തകം 18-ാം അധ്യായം വേണ്ട. അപ്പോൾ ചിന്താവിഷയത്തിലേക്ക് വരുമ്പോൾ 1-2 വാക്യങ്ങളൂടെ ഞാൻ അതിനകത്ത് തരാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. യോബിൻ്റെ പുസ്തകം 37:11 ഇങ്ങനെ പറയുന്നു: അവൻ കാർമേഘത്തെ ഈറം കൊണ്ട് കനപ്പിക്കുന്നു, തൻ്റെ മിന്നലുള്ള മേഘത്തെ പരത്തുന്നു. നോക്കണേ, ഈറം കൊണ്ട് കാർമേഘത്തെ കനപ്പിക്കുന്ന. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ അത് ദൈവവചനാടിസ്ഥാനത്തിൽ അങ്ങനെയാണെങ്കിൽ 104-ാം സങ്കീർത്തനം 3-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ, അവൻ തൻ്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു, മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇവിടെ തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ 2 ചിന്തയാണ് എനിക്ക് പറയുവാനുള്ളത്. ഒന്ന്, കാറ്റുകൊണ്ടോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ. യോബിൻ്റെ പുസ്തകത്തിൽ 26-ന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വെള്ളമുള്ള മേഘങ്ങൾ. ഈ 2 ചിന്ത. വ്യാജക്കാറ്റടിച്ചോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങളെ, വ്യാജ ശുശ്രൂഷകളെയൊക്കെ നിർത്തി ദൈവവചനം എവിടെയാണ് ചോർന്നത്, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നിങ്ങളിൽ നിന്ന് പോയത് എന്ന് മനസ്സിലാക്കി കണ്ടുപിടിച്ച് മടങ്ങി വന്ന് നഷ്ടപ്പെട്ടുപോയ പരിശുദ്ധാത്മാവിനെ തിരികെ പ്രാപിച്ച് ദൈവകൃപ ഏറ്റെടുത്ത് അനുതാപത്തോടും മാനസാന്തരത്തോടും യോവേൽ പ്രവാചകൻ വിളിച്ചു പറയുന്നത് പോലെ 2:13-14 വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ ഒന്ന് കീറി മർക്കോസ് 7:20-23 വരെയുള്ള വാക്യപ്രകാരം അകത്തു കിടക്കുന്ന 13 കൂട്ടം കാര്യങ്ങളിൽ അത് പുറത്തു കളയേണ്ടതിന് വചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ച്
വചനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നടുവിലേക്ക് ചെന്ന് ആവശ്യമില്ലാത്തതിനെയൊക്കെ പുറത്തു കളഞ്ഞ് അനുതാപത്തോടും മനസാന്തരത്തോടും കരച്ചിലിനോടും കൂടെ ദൈവസന്നിധിയിൽ വീണ് ഇന്ന വചനപ്രകാരം ഞാൻ തെറ്റിപ്പോയി, അതുകൊണ്ട് ദാവീദിൻ്റെ മേൽ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ ശൗലിൻ്റെ മേലുള്ള ദ ഫസ്റ്റ് കിങ് ഓഫ് ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായ ശൗലിൻ്റെ മേൽ ദുരാത്മാവിനെ അയച്ച ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് മനം തിരിഞ്ഞു വരുമെങ്കിൽ ദൈവം ക്ഷമിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങളിൽ പകരുവാനിടയാകും. വ്യാജ ശുശ്രൂഷകളെയൊക്കെ നിർത്തും. അപ്പോൾ വ്യാജ കാറ്റടിച്ചാൽ എന്ത് ചെയ്യും? ഈ കാർമേഘം പാറിപ്പോവും. ഇനി ഒറിജിനൽ കാറ്റടിച്ചാലും പാറിപ്പോവും, കാരണം വെള്ളമില്ല, ചേതറിപ്പോവും. അതുപോലെയാണ് ചില വ്യാജ കാറ്റുകൾ അടിച്ചുകൊണ്ടുള്ള താഴെ വീഴുന്നതും കിടന്ന് ഉരുളുന്നതും നിലത്ത് കിടന്ന് ചാടുന്നതും നടത്ത് കിടന്ന് കൈകാലിട്ടടിക്കുന്നതും ഒക്കെ ഇതൊക്കെ വ്യാജ ശുശ്രൂഷകളാണ്. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞ് 28:10 മുതൽ 13 വരെയുള്ള വാക്യം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, ആദായ സൂത്രം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുക. ഇതൊന്നും നമുക്ക് വേണ്ട. ദൈവം തരുന്നത് മതി, ദൈവം തരുന്ന ശുശ്രൂഷ മതി. ഒരു ട്രാക്ട് കൊടുക്കാനാണ് കൃപ, ഒരു പരസ്യയോഗം നടത്താനാണ് കൃപ, കൺവെൻഷൻ സ്റ്റേജിൽ പ്രസംഗിക്കാനാണ് ദൈവകൃപ തന്നിരിക്കുന്നത്. പ്രസംഗിക്ക്. പക്ഷെ ഈ വ്യാജ കാറ്റടിച്ചോടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, അവിടെ നിന്നുകൊണ്ട് 1-2 ചിന്തകൾ. ഒന്ന്, എവിടെയാണ് ഇതിന് ചോർച്ച വന്നത്? ഈ വ്യാജ ശുശ്രൂഷകൾ ചെയ്യുന്നവർ ഒരു കാര്യം ഓർത്തുകൊള്ളണം, എവിടെയാണ് ചോർച്ച വന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെ വായിക്കുമ്പോൾ, ഒരുവനെ കോടാലി ഉരി വെള്ളത്തിൽ വീണു. അവൻ നിലവിളിച്ചു, അയ്യോ യജമാനെ, എൻ്റെ കോടാലി ഊരി വെള്ളത്തിൽ വീണു. പ്രവാചകൻ ചോദിച്ചു, ദൈവപുരുഷൻ ചോദിച്ചു, എവിടെ വീണു? എൻ്റെ ഭാഷ പറഞ്ഞാൽ, ഏത് വചനത്തിലാണ് നീ വീണത്? 7-ാം കൽപ്പന ലംഘിച്ചോ, 1-ാം കൽപ്പന ലംഘിച്ചോ, അതോ 10-ാം കൽപ്പന നീ ലംഘിച്ചോ എന്നാണ് ചോദിച്ചത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യമാണ്. അപ്പോൾ എവിടെയാണ് ഈ വെള്ളത്തിന് ചോർച്ച വന്നത്? വെള്ളം വചനത്തെ കാണിക്കുന്നു. എഫേസ്യർ 5:26. ആത്മാവ് കാറ്റ് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവർ ശക്തമായ മുഴക്കം കേട്ടു, അവരിരുന്ന റൂം നിറഞ്ഞു ശ്വസിച്ചു, അവർ കണ്ടു, വളർന്ന അഗ്നി കണ്ടു, നാവെടുത്ത് സംസാരിച്ചു, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. അപ്പം അകത്തും പുറത്തും ഒക്കെ വന്നു. അവർ എഴുന്നേറ്റ് നിന്നില്ലേ? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ എഴുന്നേറ്റല്ലേ നിന്ന്? പത്രോസ് 11 പേരോടുകൂടെ ആത്മപൂർണനായിട്ട് എഴുന്നേറ്റ് നിന്നാണ്. അപ്പോൾ വീണത് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല, അതെൻ്റെ വിഷയമല്ല. യഥാർത്ഥ പരിശുദ്ധാത്മാവുള്ള ഒരുവനെ വ്യാജാത്മാവിന് തള്ളിയിടാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് ഒത്തിരി ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ഭൂതത്തെ ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം. പക്ഷെ ഞാൻ പറയുന്നത് അതല്ല. പരിശുദ്ധാത്മാവ് വന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ദൈവാസന്മാരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ എൻ്റെ ഒരു ചിന്താവിഷയം അതല്ല. ഈ വ്യാജ ശുശ്രൂഷകളെ
സദൃശവാക്യത്തിൽ പറയുന്നത് പോലെ കാളകൾ ഇല്ലാത്തടത്ത് തൊഴുത്തുകൾ വെടിപ്പ. ഈ വ്യാജ ചാണകമിടുന്ന പരിപാടിയും വ്യാജ ശുശ്രൂഷകൾ ചെയ്യുന്നവരെയും പടച്ച് തൂത്തുവാരി അടിച്ചുവാരി വചനമാകുന്ന ചൂലുകൊണ്ട് അടിച്ചുവാരി കളയേണ്ട സമയം അടുത്തു. പക്ഷെ എല്ലാവർക്കും വ്യാജ ശുശ്രൂഷ മതി. അത്ഭുതം, അടയാളം, അത്ഭുതം, അത്ഭുതം, അത്ഭുതം. ഇതിൻ്റെ പുറകെ ഓട്ടം, നന്മ, വീട്, കാറ്, ലോറി, എന്തിനു വേണം? ഇതിൻ്റെ പുറകെ മനുഷ്യൻ ഓടുക. എല്ലാം ദൈവം തരാൻ ശക്തനാണ്. വീട് തരാനും കാറ് തരാനും ആവശ്യത്തിനുള്ളതെല്ലാം തരാൻ ദൈവം ശക്തനാണ്. പക്ഷെ ദൈവവചനത്തിൽ നിന്ന് കിട്ടുന്നത് പോരെ. വചനപ്രകാരം ശുശ്രൂഷിച്ച് അതിൽ നിന്ന് കിട്ടുന്നത് പോരെ നമുക്ക്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വ്യാജ ശുശ്രൂഷ ചെയ്യേണ്ട കാര്യമുണ്ട്. നമുക്ക് നിത്യത വേണ്ടേ? മത്തായി 7:21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, ഞങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു. കർത്താവ് പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവനെ എന്നെ വിട്ടു പോകുവിൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ഈ വിളി കേൾക്കണോ അതോ നല്ല ദാസനേന്ന് വിളിയുള്ള കേൾക്കണോ? നമുക്കൊരു നിത്യത വേണ്ടേ? തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകാം, വന്നിരിക്കാം, വരാം. പക്ഷേ അനുതപിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് നിരപ്പ് പ്രാപിക്കേണ്ടവരോട് നിരപ്പ് പ്രാപിച്ച് കർത്താവിനോട് കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അപ്പൻ്റെ ഇളയ മകൻ മടങ്ങി വന്നതുപോലെ ദാവീദ് പാപം ചെയ്തിട്ടും കൊലപാതകം ചെയ്തിട്ടും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും നിന്നോട് ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ ക്ഷമിച്ചു എങ്കിൽ ദാവീദ്, എല്ലാവരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ദാവീദ് ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. അങ്ങനെ ബൈബിളിലില്ല. അതും കൂടെ അങ്ങ് പറഞ്ഞേക്കാം. ശമൂവേൽ 1 അധ്യായത്തിൽ ഉണ്ട്, 16 അധ്യായത്തിലുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 13:22 ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. എൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യനെന്നാണ്. ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യൻ, അല്ലാതെ ഹൃദയപ്രകാരം. ദൈവത്തിൻ്റെ ഹൃദയം ദാവീദിന്. അങ്ങ് ഒരാൾ പ്രസംഗിക്കും, അതിനെ കേട്ട് 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 എല്ലാവരും കൂടെ അങ്ങ് പ്രസംഗിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യനെന്നേ ദൈവവചനത്തിലുള്ളൂ. ശമൂവേൽ 1:16 അപ്പോസ്തലപ്രവൃത്തി 13 ഉണ്ട്. വാക്യം 22 തോന്നുന്നു, 13 16:13 ആണെന്ന് തോന്നുന്നു. ശമൂവേൽ 1:16 അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം, അല്ലെങ്കിൽ ശമൂവേൽ 1:16 വായിക്കുക. അപ്പോൾ വിഷയത്തിലേക്ക് ഞാൻ വരാം. അപ്പോൾ വെള്ളമില്ലാത്ത മേഘം, ഈ വെള്ളമില്ലാത്ത മേഘം കാറ്റടിക്കുമ്പോൾ അത് പാറിപ്പോവുക. ഇതിൻ്റെ ആത്മീയ ഒരു വ്യാഖ്യാനം പറഞ്ഞ ആ ഭാഗം ഞാൻ വിടുക. വ്യാജ ശുശ്രൂഷ ഒന്ന്, വചനമില്ലാത്ത ശുശ്രൂഷ, ആത്മാവിൻ്റെ പരിവർത്തനമില്ലാത്ത ശുശ്രൂഷ. ആത്മാവ് ഒരുപാടുണ്ട്, പരിശുദ്ധാത്മാവ് ഒന്നേ ഉള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ ആണ് വെളിപ്പെട്ട് വരേണ്ടത്.
അപ്പോൾ വചനമില്ലാത്ത, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലാത്ത, പരിശുദ്ധാത്മാവിൽ ആരാധനയില്ലാത്ത വ്യാജ ശുശ്രൂഷകൾ മാറ്റിക്കളയണം. മാറ്റിക്കളഞ്ഞിട്ട് എവിടെയാണ് വചനം കുറഞ്ഞു പോയത്, ആരാധന കുറഞ്ഞു പോയത്, പ്രാർത്ഥന കുറഞ്ഞു പോയത്, ഉപവാസം കുറഞ്ഞു പോയതെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ച് ആ കാർമുകിൽ കീറിപ്പോകാതെ വണ്ണം വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് പോലെ വചനം എഫെസ്യർ 5:26 അവനവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. അപ്പോൾ വചനം, കാറ്റ്, പരിശുദ്ധാത്മാവ്. വീണ്ടും വീണ്ടും എടുത്ത് പറയുക, വ്യാജക്കാറ്റുകളുണ്ട്. വ്യാജക്കാറ്റുകൾ അടിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ താഴെ വീഴുക, മറിഞ്ഞു വീഴുക, ഉരുണ്ട് വീഴുക, മലർന്നു വീഴുക, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ കമണ്ണ് വീഴുക എന്ന് പറഞ്ഞുണ്ടല്ലോ, അതുകൊണ്ട് ദാഗോൻ പെട്ടകത്തിന് മുമ്പാകെ കമണ്ണ് വീണു. ദൈവത്തിൻ്റെ പെട്ടകത്തിന് മുൻപിൽ നിൽക്കാൻ കഴിയുന്ന ഒരു ദാഗോനും ഇല്ല, അതുകൊണ്ട് അവൻ കമണ്ണ് വീണു. ദാവീദ് കല്ലെടുത്ത് ഗോലിയാത്തിനെ എറിഞ്ഞു, ദാവീദിൻ്റെ മുൻപാകെ കമണ്ണ് വീണു. വേറെ കൊണ്ടവൻ മലർന്നാ വീഴേണ്ട, പക്ഷെ ദൈവം ചവിട്ടിയെടുത്ത് അവൻ്റെ മുമ്പിലിട്ട് കൊടുത്തു. സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി തൻ്റെ പാദപീഠമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം നോക്കിയിരുന്നു. കാരണം 40 ദിവസമായി ദൈവജനത്തെ ആരാധിക്കാൻ വിടാതെ തടഞ്ഞു നിന്നവനെ ചവിട്ടിയെടുത്ത് അവൻ്റെ കൈയുടെ അത്രയും പോലും കനമില്ലാത്തവൻ്റെ മുമ്പിൽ ചവിട്ടിയിട്ട് കൊടുക്കും. ഏറെ കൊണ്ട് മലനല്ലി വീഴേണ്ട, അവനും കവണ്ണ് വീണു. ദാഗോൻ കവണ്ണ് വീണത് എൻ്റെ ഭാഷയിൽ പറഞ്ഞത് ദാഗോൻ കർത്താവിനെ നമസ്കരിച്ചത്. ഗോലിയാത്ത് കവണ്ണ് വീണത് ദാവീദേ, നിൻ്റെ മുമ്പിൽ ഞാനൊന്നുമില്ല, നിൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ ഞാനൊന്നുമില്ല എന്നും പറഞ്ഞ് കവണ്ണ് വീണതാണ്. ദാവീദിൻ്റെ മുൻപാകെയാണ് വീണതെങ്കിലും ദൈവം മുമ്പാകെ കവണ്ണ് വീണു. കാരണം ദാവീദ് പറയുന്നൊരു പദമുണ്ട്, ശമൂവേൽ എഴുതുന്ന പുസ്തകം 17:40 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ എൻ്റെ യഹോവയുടെ നാമത്തിലാണ് വരുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലാണ് വരുന്നത്. നീ വടിയും കുന്തം വേല് ഇതെല്ലാം ഉണ്ടല്ലോ, ഞാൻ വരുന്നത് നാമം, ദൈവത്തിൻ്റെ നാമം, ആ നാമത്തിലാണ് വരുന്നത്. അപ്പോൾ ആ നാമത്തിൽ ചവിട്ടിയിട്ടുണ്ട്, ആ നാമത്തിൽ കവണ്ണ് വീണു. ബാക്കി ഒരുപാടെണ്ണം കവണ്ണ് വീണവരുണ്ട്, അപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. വ്യാജ ശുശ്രൂഷകൾ നമ്മൾ നിർത്തി, വെള്ളമില്ലാത്ത മേഘമായിട്ടാണോ നീ ശുശ്രൂഷിക്കുന്നത്? വചനമില്ലാത്ത, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലാത്ത. അതിന് വേണമെങ്കിൽ ഒരു തെളിവ് തരാം. ഉൽപ്പത്തി പുസ്തകം 1:2 വായിക്കുമ്പോൾ, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിന്മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെള്ളം, വചനം, ആത്മാവും കൂടെ പരിവർത്തിച്ചപ്പോൾ ഇരുളിൻ്റെ ശക്തികൾ മാറി. അപ്പോൾ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് പരിവർത്തനം. വെള്ളം, നീ എവിടെയാണ് വചനം ചോർന്നത്? ഏത് വചനത്തിലാണ് നീ ചോർന്നു പോയത്? ഏത് വചനത്തിലാണ് നീ വ്യാജ ശുശ്രൂഷ ഏത് വചനപ്രകാരമാണ് നീ വീണു പോയത്? ഏത് വചനപ്രകാരമാണ് തെറ്റിപ്പോയത്? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം പഠിക്കുമ്പോൾ ഏത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയി എന്ന് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി. കോടാലി ഊരി വെള്ളത്തിൽ വീണവനോട് ചോദിച്ചതുപോലെ, എവിടെ വീണു കോടാലി? യജമാനൻ്റെ കോടാലി ഇന്ന സ്ഥലത്താണ് വീണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 10 കൽപ്പനകളിൽ 7-ാം കൽപ്പനയാണോ നീ ലംഘിച്ചത്? അതോ 10-ാം കൽപ്പനയാണോ ലംഘിച്ചത്? അതോ 1-ാം കൽപ്പനയാണോ ലംഘിച്ചത്? ഏത് വചനത്തിലാണ് നിനക്ക് ഈ കാർമുകിൽ വെള്ളമില്ലാത്ത മേഘമായത്? വെള്ളമില്ലാത്ത മേഘമായതിനു ശേഷം എങ്ങനെയാണ് വ്യാജ ശുശ്രൂഷ വന്നത്? ശൗലിൻ്റെ മേൽ, ദാവീദിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ശൗലിൻ്റെ മേൽ ദുരാത്മാവ് വന്നില്ലേ? അതുകൊണ്ട് ഈ വ്യാജ ശുശ്രൂഷകളൊക്കെ നമുക്ക് നിർത്താം. ദാവീദിനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ ശൗലിൻ്റെ മേലുള്ള പരിശുദ്ധാത്മാവിനെ ദൈവം എടുത്തു. അതുകൊണ്ട് വ്യാജം വേണ്ടവർക്ക് വ്യാജത്തിൻ്റെ ആത്മാവിനെ തന്നെ ദൈവം അയച്ചു കൊടുക്കും.
അതുകൊണ്ട് നമുക്ക് വ്യാജത്തിൻ്റെ ശുശ്രൂഷ വേണ്ട. ദൈവം തരുന്നത് മാത്രം പറയാം. ചിലരോടൊക്കെ ദൈവത്തിൻ്റെ ആലോചന പറയുന്നു, ആരോടൊക്കെ എന്തൊക്കെയോ പറയുന്നു. നിനക്ക് രോഗമുണ്ടോ? നിനക്കെന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ? പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുന്ന പരിശുദ്ധാത്മാവിനെ പോലും ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ശുശ്രൂഷകൾ. പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ശുശ്രൂഷ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ അത് മരണത്തിനുള്ള പാപമായിട്ട് മാറും. അത്രയേ ഉള്ളൂ. ഞാനതിലേക്ക് കടക്കുന്നു. അതുകൊണ്ട് മരിക്കുന്ന എല്ലാവരും മരിക്കും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരും മരിക്കും. പരിശുദ്ധാത്മാവിൽ നിൽക്കുന്നവനും മരിക്കും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവന് അതിൻ്റെ ശിക്ഷ വേറെ. പരിശുദ്ധാത്മാവിൽ നിന്നും മരിക്കുന്നവന് ഒരെറ്റർണിറ്റി. ഇത്രയും മാത്രം പറഞ്ഞ ആ ഭാഗം വിടുക. അതുകൊണ്ട് കാളകളില്ലാത്തടത്ത് തൊഴുത്ത് വെടിപ്പുള്ളതെന്ന് പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യുക? കള്ളക്കാളകളെയും വ്യാജക്കാളകളും പ്രവാചക കാളകളെയും ഫയർ കാളകളെയും എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മാറ്റി നിർത്തിയിട്ട് നമുക്കൊന്ന് വചനമാകുന്ന ചൂല് കൊണ്ടൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കി അനുതാപത്തോടെ കടന്നു വന്ന് ദൈവവചനത്താലും ആത്മാവിനാലും രക്തത്താലും ശുദ്ധീകരണം ഉണ്ടല്ലോ, ആ ശുദ്ധീകരണം പ്രാപിച്ച് ആ നിത്യതയ്ക്ക് പോകാനുള്ള ഒരുക്കം നമുക്ക് ഒരുങ്ങാം. അടുത്ത യോബിൻ്റെ പുസ്തകം 26:8 അവിടെ ഇങ്ങനെ പറയുന്നു, കാർമുകിൽ കീറിപ്പോകാതെ വണ്ണം വെള്ളം കട്ടി നിർത്തുന്നു. എന്നൂടെ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ പറയുന്നു, അവൻ വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവയ്ക്കുന്നു. ഉണ്ടോ? ആരെങ്കിലും കൊണ്ട് പറ്റുമോ? രണ്ടാമത് പറയുന്നത്, അത് വഹിച്ചിട്ട് കാർമുകിൽ കീറിപ്പോകാതെ വണ്ണം. കാർമുകിൽ കീറിപ്പോകുന്നില്ല. കീറിപ്പോകാതെ വണ്ണം അതിനെ ദൈവം നിർത്തിയിരിക്കുക. എന്തിനാണെന്നറിയാം? ഞാൻ ഇനി എൻ്റെ ആത്മീയ ചിന്തയിലേക്ക് വരാം. എന്തിനാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ കാർമുകിലിൽ മേഘത്തിൽ വെള്ളമുണ്ട്. മേഘം 104 സങ്കീർത്തനം നേരത്തെ നമ്മൾ വായിച്ചതുപോലെ 3-ാം വാക്യത്തിലാണ് തോന്നി ഇങ്ങനെ പറയുന്നു. 104 സങ്കീർത്തനം 3-ാം വാക്യത്തിലാണ്. മേഘത്തെ വാഹനമാക്കി കാറ്റിൻ ചിറകിന്മേൽ അവൻ സഞ്ചരിക്കുന്നു. അപ്പോൾ മേഘത്തിൽ സഞ്ചരിക്കുന്ന വചനമാകുന്ന ക്രിസ്തു, വെള്ളത്തെയും വചനം എടുക്കുക, ആത്മാവ്. അപ്പോൾ എന്തിനാണ് ഈ വെള്ളം മേഘങ്ങളിൽ കെട്ടി നിർത്തിയിരിക്കുന്നത്? അവിടെ ഒരു ആത്മീയ ചിന്തയിലേക്ക് വരുമ്പോൾ വചനവും ആത്മാവും കൂടെ പരിവർത്തിച്ചപ്പോൾ ഇരുളിൻ്റെ ശക്തികൾ മാറിയതുപോലെ ഇവിടെ ആത്മാവും കൂടെ പരിവർത്തിക്കുമ്പോൾ മഴ നിന്നു പെയ്യും. നോഹയുടെ ചരിത്രം പഠിക്കുമ്പോൾ 37-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരും. 40 രാവും 40 പകലും മഴ നിന്നു പെയ്തു എന്നാണ് കിടക്കുന്നത്. അതുകൊണ്ട് ആ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 6 മുതൽ 8 വരെ വായിക്കുമ്പോൾ 2-ാം ദിവസത്തെ ദൈവം നല്ലതെന്ന് പറഞ്ഞില്ല. ഈ മഴ കൊണ്ട്, മുകളിൽ കെട്ടി നിർത്തിയിരിക്കുന്ന മഴ കൊണ്ട് ഇവരെ ആദാമ്യ സന്തതികളെ തകർത്ത് ദൈവവചന അടിസ്ഥാനത്തിൽ പെട്ടകത്തിൽ കയറിയവരെ രക്ഷിക്കുകയും വേണം. ദൈവവചനം അനുസരിച്ചവരെ, പെട്ടകത്തിൽ കയറിയവരെ രക്ഷിക്കുകയും വേണം. അല്ലാത്തവരെ തകർക്കുകയും വേണം. അത്രേ പറഞ്ഞ് നിർത്തുന്നു.
അപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ വരും, തകർക്കുന്ന ദൈവമാണോ? അതൊക്കെ പിന്നെ പറയാം. ഇപ്പം ഇത്രയും കേട്ടാൽ മതി. ഇനി മഴ പെയ്തെങ്കിലേ പരിശുദ്ധാത്മാവാകുന്ന കാറ്റടിച്ച് മഴ പെയ്തെങ്കിലേ, യോബിൻ്റെ പുസ്തകം 37:11 ചേർത്ത് വായിച്ചാൽ മതി. മഴ പെയ്തെങ്കിലേ പെട്ടക ഇരിക്കുന്നിടത്തുനിന്ന് ചലിച്ച് ഉയരത്തുള്ളൂ, ഉയർന്നു പൊങ്ങണം. അപ്പോൾ ആത്മാവിൻ്റെ മഴ, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിച്ച് ആത്മാവിൽ മഴ പെയ്താൽ, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിച്ച് വചനമാകുന്ന വെള്ളത്തിൽ തട്ടിയിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടി അങ്ങോട്ട് മഴ പെയ്താൽ ഉറച്ച് ഇരിക്കുന്ന പെട്ടകം ഒന്ന് ഉയരും, ഉയർന്നു പൊങ്ങും. ഉയർന്നു പോകും, പക്ഷേ താഴെ വീഴത്തില്ല. ഇനി ഒരു ചിന്ത, വചനമാകുന്ന വെള്ളത്തിൽ ആത്മാവിൻ്റെ കാറ്റങ്ങോട്ടടിച്ചാൽ മഴ നിന്നു പെയ്യും. 40 രാവും 40 പകലും 37:12 പറയുന്നത് പോലെ നിന്ന് പെയ്യും. നിന്ന് പെയ്താൽ നടക്കുന്ന കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഈ മഴ നിന്ന് പെയ്താൽ ഭൂമി നനയും, കട്ടകൾ ഉടയും. സങ്കീർത്തനം 65:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കട്ട ഉടയും, വിണ്ട് കീറിക്കിടക്കുന്ന ചാലുകൾ നെകരും. വയലിനാവശ്യമായ വെള്ളം കിട്ടും. കർഷകൻ കലപ്പയുമായി കാളയുമായി ഇറങ്ങും, എലീശയെ പോലെ ഇറങ്ങും. വയല് വൃത്തിയാക്കും, വിത്ത് വിതയ്ക്കും, വചനമാകുന്ന വിത്ത് വിതയ്ക്കും. നെല്ല് വളരും, നെന്മണി വിളയും. നെല്ല് വളരും, നെന്മണി വിളയും. വിളഞ്ഞ് എവിടുന്ന് വന്നുവോ അവിടേക്ക് തിരിഞ്ഞ് ചായ്ഞ്ഞു വരുമ്പോൾ കൊയ്ത്ത് നടക്കും. 126 സങ്കീർത്തനം 5-6 വാക്യം. ആത്മാക്കളുടെ കൊയ്ത്തിനെയാണ് കാണിക്കുന്നത്. ആത്മാക്കളുടെ കൊയ്ത്തിനെ കാണിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വചനവും ആത്മാവും കൂടെ, വചനമാകുന്ന ക്രിസ്തുവും പരിശുദ്ധാത്മാവാകുന്ന കാറ്റും കൂടെ കൂട്ടിമുട്ടുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മാവിൻ്റെ പരിവർത്തനവും വചനമാകുന്ന വെള്ളവും കൂടെ കാർമുകിലിനെ കെട്ടി നിർത്താൻ പറ്റും, അല്ലാതെ ഒരു വ്യക്തിക്കും പറ്റത്തില്ല. ഇതിനെല്ലാം കണ്ടുകൊണ്ടാ യൂദാ അപ്പോസ്തലൻ പറയുന്നത്. യോബിൻ്റെ പുസ്തകം 26:8 വചനം കണ്ടുകൊണ്ട് അന്ന് വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പം ഞാൻ കാണുന്നു ഇതിന് വെള്ളമില്ലെന്ന്. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഇവർക്ക് എന്തുണ്ട്? വചനമുണ്ട്, ആത്മാവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പിന്നെ അങ്ങോട്ട് പ്രാക്ടീസായി വന്നപ്പോൾ ആത്മാവിൻ്റെ പരിവർത്തനത്തെ കളഞ്ഞ് ഇതുപോലെ വ്യാജ കാറ്റടിച്ച് ശുശ്രൂഷകൾ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി, ആളുകളെ കൂട്ടാൻ തുടങ്ങി. പാവങ്ങളൊന്നും അറിയുന്നില്ല. അവർ വിചാരിക്കും ആള് തുള്ളലും തുള്ളി 2 അന്യഭാഷയും പറഞ്ഞ് ആരോടൊക്കെയോ എന്തൊക്കെയോ പറയുന്നെന്ന് ചെവിയിൽ പറഞ്ഞ് കൈയും കാലും നിലത്തിട്ടടിച്ച് ഉരുളുമ്പോൾ പാവങ്ങൾ വിചാരിക്കും ഇത് പരിശുദ്ധാത്മാവാണെന്ന്. കുഞ്ഞുങ്ങളെ, തെറ്റാണ്. ഒരിക്കൽ ഒരിടത്ത് തള്ളിയിടുന്നിടത്ത് ഞാനും പോയി അവിടെ നിന്നു.
പക്ഷേ എൻ്റെ തലയെ പിടിച്ചിട്ട് ഞാൻ 40 ദിവസത്തെ ഉപവാസമായിരുന്നു. ഞാൻ ആദിവാസികളുടെ പ്രവർത്തിക്കുന്ന രാജം പാസമൊക്കെ പോയി നിന്നിട്ട് ഞങ്ങളുടെ തലയെ കൈവച്ചിട്ടൊന്നും ഞങ്ങൾ വീണില്ല. ഒത്തിരി എണ്ണം അവിടെ കിടന്ന് ഉരുളുകയും മറിയുകയും ഒക്കെ ചെയ്തു. ഞങ്ങളുടെ തലയെ കൈവച്ചു, പുറകോട്ട് ഉന്തുന്നു, ഉന്തി നോക്കുന്നു, എൻ്റെ കണ്ണിൽ നോക്കെന്ന് പറയുന്നു. നമ്മളാരും വീണില്ല. ഞങ്ങളന്ന് ദൈവസന്നെ ഇരുന്ന് വീഴണമെങ്കിൽ ഞങ്ങളാ വീഴേണ്ടത്. കാരണം ഒരു ബലവും ഇല്ല ശരീരത്തിൽ. പക്ഷേ ആത്മാവിൻ്റെ പവറുണ്ടായിരുന്നു. മനസ്സിലായോ? കോഴിക്കോട്ട് വെച്ചുള്ള കാര്യമായി പറയുന്നു. ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം വിടുക. അതുകൊണ്ട് ആരെയും വിമർശിക്കുന്നതൊന്നുമല്ല. നമുക്ക് സത്യവചനമുണ്ട്. സത്യവചനം എന്ന് പറഞ്ഞത് യോഹന്നാൻ അപ്പോസ്തലൻ വിളിച്ചു പറയാത്ത, യോഹന്നാൻ എഴുതിയ 1 ലേഖനം 5:20 സത്യദൈവം എന്ന യേശുക്രിസ്തുവിൻ്റെ അവകാശവാദത്തിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഈ സത്യമായ ദൈവം യോഹന്നാൻ 12:17 പറയുന്നു, ഇവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അതുകൊണ്ട് നമുക്ക് വ്യാജ ശുശ്രൂഷകളെ, വ്യാജ കാറ്റ് നമുക്ക് വേണ്ട, വ്യാജ ശുശ്രൂഷ നമുക്ക് വേണ്ട, വ്യാജ ചാണകം വേണ്ട. മെഴുകാനാണെങ്കിൽ ഒറിജിനൽ ചാണകം തന്നെ ഉണ്ട്. കാരണം കാളകൾക്കൊന്നും ഒരു കുറവുമില്ലല്ലോ, കാളകൾക്കും പശുക്കൾക്കും ഒരു കുറവുമില്ല. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ചാണകമുണ്ട്, വ്യാജ ചാണകം വേണ്ട. അതുകൊണ്ട് ദൈവവചന അടിസ്ഥാനത്തിൽ നമുക്ക് ശുശ്രൂഷിക്കാം, ദൈവവചനത്തിൽ കൂടെ മുന്നോട്ട് പോകാം. പരസ്പരം തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്ത ആരുമില്ല. എല്ലാം ഏറ്റുപറഞ്ഞ് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് വരാം. ഈ വ്യാജ ശുശ്രൂഷകളെയൊക്കെ നിർത്താം. ഒരു വാക്യം ഇങ്ങനെ പറഞ്ഞു, യോബിൻ്റെ പുസ്തകം 37:22 ഒരു വാക്യം ഇങ്ങനെ പറയുന്നു. 37:21-22 ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിച്ച് കാണുന്നില്ല, ഉണ്ടോ? എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. ഈ വാക്യം കൂടെ തരാനാ. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിച്ച് കാണുന്നില്ല, എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് കടന്ന് തെളിവാക്കുന്നു, ഇരുളായി കിടക്കുന്നതിനെ തെളിവാക്കുന്നു. അടുത്ത് പറയുന്നു, വടക്ക് നിന്ന് സ്വർണ്ണ ശോഭ പോലെ വരുന്നു, ദൈവത്തിൻ്റെ ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവവചനം പരിശുദ്ധാത്മാവാകുന്ന കാറ്റുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ചെയ്യാം. പരിശുദ്ധാത്മാവിൽ നമുക്ക് മുന്നോട്ട് പോകാം. വ്യാജ ശുശ്രൂഷകളെ ഒഴിവാക്കാം. ദൈവവചനം വിട്ടൊരു ഇതൊന്നും വേണ്ട. യോശുവയോട് പറയുമ്പോഴും 1-ാം അധ്യായത്തിൽ യോശുവയോട് പറയുമ്പോഴും നിൻ്റെ ജീവകാലത്ത് ഒരുത്തനും നിൻ്റെ നേരെ നിൽക്കുകയില്ലെന്ന് പറഞ്ഞിട്ട് പറയുന്നു, നീ വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അതുകൊണ്ട് ഒരു കൂട്ടരാണെങ്കിൽ ബൈബിളിൽ എഴുതാത്ത കുറേ കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് 66 പുസ്തകത്തിനകത്ത് ഒരാഴ്ചക്കാലം മുഴുവനും പ്രസംഗിച്ചാൽ തീരത്തില്ല. അതുകൂടാതെ ഒരാൾ പറയുന്നത് കേട്ടു, വചനത്തിൽ ഇല്ലാത്ത കുറേ ശുശ്രൂഷകൾ, വചനത്തിൽ എഴുതാത്ത കുറേ കാര്യങ്ങൾ, അതിനും സ്തോത്രം പറയാനും കൈയടിക്കാനും. 66 പുസ്തകങ്ങളിൽ 1189 അധ്യായങ്ങളിൽ 31,173 വാക്യം പ്രസംഗിച്ച് തീർക്കാൻ പറ്റുന്നില്ല ഒരാഴ്ചക്കാലം പ്രസംഗിച്ച. ചിലർ പറയും കർത്താവ് ചെയ്തതിനേക്കാൾ അധികം ചെയ്യാൻ പോകും. ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾ അധികം ചെയ്യുമെന്നാണ് കർത്താവ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സമയം 3.5 വർഷമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കർത്താവ് പോവും. നിങ്ങളുടെ മുമ്പിൽ ഇഷ്ടംപോലെ സമയമുണ്ടെന്നാണ് പറഞ്ഞത്, അല്ല അധികം ചെയ്യാനല്ല. കർത്താവ് വെള്ളത്തിൽ കൂടെ നടന്നു, ഇവന്മാർ കുളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കും, അധികം ചെയ്യാൻ പോകുന്നത്. ശരി, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നത്.
പ്രാർത്ഥിക്കുക. കുറ്റപ്പെടുത്തുകയാണെന്ന് ആർക്കും തോന്നരുത്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഞാനന്ന് വചനചിന്തയിലൊന്ന് വ്യാഖ്യാനിച്ചെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് വ്യാജക്കാറ്റുകൾ അടിച്ച് ഓടാതെ, മറിഞ്ഞ് വീഴാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ പോയി മറിഞ്ഞ് വീണ് മണ്ണിൽ കിടന്ന് ഉരുളാതെ എന്ത് ചെയ്യുക? ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം. തെറ്റുപറ്റിപ്പോയി, ചോർച്ച വന്നുപോയി, വചനത്തിൻ്റെ ചോർച്ച, ആരാധനയുടെ ചോർച്ച, പരിശുദ്ധാത്മാവിൻ്റെ ചോർച്ച, അന്യഭാഷയുടെ ചോർച്ച, കൃപാവര ശുശ്രൂഷയുടെ ചോർച്ച വന്നുപോയി. അതുകൊണ്ട് ശൗലിൻ്റെ മേൽ വന്ന ദുരാത്മാവ് ഞങ്ങളിൽ നിന്ന് മാറ്റി, ഞങ്ങൾക്ക് യഥാർത്ഥവണ്ണം ശുശ്രൂഷിപ്പാനുള്ള കൃപ തരണമെന്ന് പറഞ്ഞ് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട അനുതാപത്തോടെ നെടുമ്പാട് വീഴാം, മടങ്ങി വരാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു. തിരുവെഴുത്തിൽ കൂടെ ദൈവവചനം പ്രഘോഷിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി നന്ദി. അടിയൻ പാർക്കുന്ന ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയും അനുഗ്രഹവും ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അടിയന് ഇങ്ങനൊരു സാഹചര്യം ഒരുക്കി തന്ന ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ, കുഞ്ഞുകുട്ടികൾ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയനം വിട്ടിട്ടുന്ന ഭവനത്തെ, പ്രിയപ്പെട്ടുള്ള കുഞ്ഞുങ്ങളെ 3 പേരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരുന്നാട്ട് ദൈവപ്രവൃത്തി അവരുടെ മേലും വെളിപ്പെടുത്തിക്കാട്ട്. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്കായി, പ്രസിഡന്റിനായി, 29 സംസ്ഥാനത്തിലെ മുഖ്യന്മാർക്കായി, ഞങ്ങളുടെ രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. പോലീസ് അധികാരികൾ, പോലീസുകാർ, വക്കീലന്മാർ, ജഡ്ജിമാർ നീതി ന്യായം നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു മാനസാന്തരം, ഒരു മനം തിരിവുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരും നശിച്ചു പോകരുത്, എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവരോട് കരുണ കാണിക്കണം, മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന ഇലക്ഷൻ കഴിഞ്ഞു, നാളെ നടക്കുന്ന റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ന്യായമായ രീതിയിൽ ഒരു പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ഒന്നുമില്ലാതെ കർത്താവെ ആ വോട്ടെണ്ണുവാനുള്ള കൃപ അധികാരികൾക്ക് നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. നീതിയോടെ ന്യായത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ അവരെയും പ്രാപ്തരാക്കണം. അതിനായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിക്കാട്ടെ. രോഗികളായി കഴിയുന്നവർ, കടഭാരത്തിൽ കഴിയുന്നവർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്, കുഞ്ഞുങ്ങളെ കെട്ടിച്ചു വിടുവാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം വഴികളും വാതിലുകളും തുറക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, സ്തോത്രം, ഇവിടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, വിസയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. എല്ലാവരെയും അവിടുന്ന് ദൈവത്തിൻ്റെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം, മാനിക്കണം, വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപ കൂടിയിരുന്നാട്ട് തിരുനാമം മഹത്വത്തിനാക്കി തീർക്കണമേ. അടിയനെ താഴ്ത്തുന്നു. തിരുവചനത്തിൽ കൂടെ ഇത്രയും സമയം വചനത്തിൽ കൂടെ പറയുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ഇഷ്ടമുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടുകളോ ഭാരങ്ങളോ പ്രയാസമോ ഉണ്ടാകുവാനല്ല. കർത്താവെ, ഞങ്ങളെല്ലാവരും കർത്താവിന് വേണ്ടി ഓടുന്നത്, അധ്വാനിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് ശുശ്രൂഷിക്കുന്നത് ആ നിത്യത അവകാശമാക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ട നന്മകളും അനുഗ്രഹങ്ങളും അവിടുന്ന് ചൊരിഞ്ഞു തരുന്നുവല്ലോ. നന്ദി പറയുന്നു. എല്ലാ മഹത്വം ഇവിടുന്ന് എടുക്കണം. തുടർന്ന് കാണും വരെയും ചിറങ്കീഴ് ഞങ്ങളെല്ലാവരെയും മുടി മറയ്ക്കണം. പ്രാർത്ഥന കേട്ടുമല്ലോ. നന്ദി. മുഴുമഹത്വം ഇവിടുന്ന് എടുക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു all abundantly.